വാല നിന്നെ എനിക്കിപ്പോ കാണുമ്പോ ചിരി വരുന്നത്. ഒന്നുമില്ല വിട് 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 വിട്ടോട്ടാ. എടാ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ ഇവനുണ്ടല്ലോ രാത്രി ഉമ്മ വെച്ച് എന്റെ ഒരു ചെള്ള എന്നെ വെറ്റാക്കി. അഞ്ച് വട്ടം ടവലെടുത്ത് തുടച്ച് ഞാൻ 5 വട്ടം. എടാ എനിക്ക് ഇതൊന്നുമല്ല ഓർമ്മ, സെക്കൻഡ് ഓന്തിന് മൂക്കി ഇതാദ്യം പിള്ളേരൊക്കെ സെക്കൻഡ് ഇറങ്ങിട്ടോ. ഞങ്ങൾ കുറച്ചു പേരെ ഉള്ളേ, ഞങ്ങള് പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് കേട്ടോ. അത് കുറുപ്പ് വന്നിട്ടേ എന്റെ അടുത്ത് അണ്ണാ ഒരു കാര്യം പറ, എന്റെ ചെവിയിൽ ആരും കേൾക്കാതെ എന്റെ ചെവി വന്നിട്ട് പറയാണേ, ഈഗിൾ ബ്രോ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ആണോ വരാഞ്ഞ്? വാല നിന്നെ എനിക്കിപ്പോ കാണുമ്പോ ചിരി വരുന്നത്. ഒന്നുമില്ല വിട് 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 വിട്ടോട്ടാ. എടാ നിനക്ക് എത്ര വയസ്സുണ്ട് വാല ഇപ്പൊ? എനിക്ക് 24. 24. എടാ 21 വയസ്സുള്ള കൊച്ചിറക്കനായിട്ടാണ് രാത്രി നീ അടി ഉണ്ടായത് അറിയോ? പോട്ടണ്ട അതൊക്കെ ഒരു പണ്ടൊരു 2 അടിയൊക്കെ ഇല്ല. നമ്മൾ അടി ഉണ്ടാക്കുന്ന പ്രായം ചോദിക്കണം. അന്ന് വിശദീകരിക്കണ്ട എന്തിനാ വെറുതെ അടിയും തെറിവിളൊക്കെ കഴിഞ്ഞ ശേഷം നീ കെട്ടിപ്പിടിച്ച് കരയടാ. എനിക്കറിയത്തില്ല. എടാ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ ഇവനുണ്ടല്ലോ രാത്രി ഉമ്മ വെച്ച് എന്റെ ഒരു ചെള്ള എന്നെ വെറ്റാക്കി. 5 വട്ടം ടവലെടുത്ത് തുടച്ച് ഞാൻ 5 വട്ടം. അതുകൊണ്ടല്ലോ എങ്ങനെയാലും ഇവനെ കിടത്തി ഉറക്കാൻ നോക്കുമ്പോ ഒരു ഉമ്മയും കൂടെ തന്നാ ഞാൻ ഉറങ്ങിക്കോളാം. ഭയങ്കര വൾഗറായിരുന്നു ബാല, പറയാതിരിക്കാൻ വയ്യ. വൾഗർ എന്നെ രാത്രി യൂസ് ചെയ്ത് കേട്ടാ. ബാല ബാല അച്ഛതേല് പറഞ്ഞ കണ്ണാടി രേസില് അത് മറ്റേ വാസന്റെ അനിയൻ, വാസന്റെ കസിൻ കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈയില്ലാത്ത എക്സ്ട്രാ 4 എണ്ണം ഇരിക്കില്ലടാ. എന്തൊക്കെ തരം പിള്ളേരാണ്. എടാ എനിക്ക് ഇതൊന്നുമല്ല ഓർമ്മ, സെക്കൻഡ് ഓന്തിന് മൂക്കി ഇതാദ്യം പിള്ളേരൊക്കെ സെക്കൻഡ് എന്നോട് പറയാ, എടാ കാറിൽ വെച്ചിട്ട് പറയാണേ, കാറിൽ വെച്ചിട്ട് പറയാ വാസണ ഞാൻ പറഞ്ഞാ പറയടാ, എനിക്ക് എല്ലാരോടും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കങ്ങ് മടിയാണ്, സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോ ഓക്കെ ആയിരിക്കുന്നു. എന്നിട്ട് നമ്മള് റിസോർട്ടിൽ പോയി കിടന്ന് ഉറങ്ങി എണ്ണീറ്റ ശേഷം ഇവൻ എവിടുന്നോ ഒരു പെഗ്ഗെന്തോ അടിച്ചിട്ട് നേരെ വന്നിട്ട് കെവിനെ തള്ളക്കി കെവിൻ ബോബ് എനിക്കും ബാലൻ എല്ലാത്തിനും കിട്ടി. കെവിന് ബോബിനായിരുന്നു കൂടുതൽ. എനിക്ക് എന്തിനൊരു പയ്യരുത്. അതൊന്നല്ല കോമഡി, ഇതൊക്കെ നടന്ന് നമ്മള് ലേറ്റ് ആയിട്ട് വൈകിട്ടല്ലേ എത്തിയത്. നമ്മള് വൈകിട്ട് അവിടെ വന്ന് എത്തിയത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് 4 ഉമ്മ നമ്മളെല്ലാത്തിനും. അണ്ണ ഇതൊന്നും അല്ല അണ്ണ, അണ്ണ എന്റെ കൈ കടന്നിൽ അടിച്ചില്ലേ, ഇവനാണ് എന്നെ മറ്റേ റോഡില് എന്നുവെച്ചാ മറ്റേ റിസോർട്ടിന്റെ റോഡില് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ ഫോൺ എടുത്തിട്ട് അവന്റെ അച്ഛനെ വിളിച്ചു, ഇപ്പൊ ശരിയാക്കി തരാന്ന്. അച്ഛനെ വിളിച്ചിട്ട് അത് ഒരു കടന്തല അടിച്ചത്, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിച്ചാ. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് അത് ചുണ്ണാമ്പ് തേച്ചാ മതി എന്ന്. രാവിലത്തെ ഒരു സീൻ ഉണ്ടായിരുന്ന രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയില് 2ാമത്തെ ദിവസം രാത്രി നിങ്ങൾ എല്ലാരും പോയി കിടന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾ കുറച്ചു പേരെ ഉള്ളേ, ഞങ്ങള് പാട്ടൊക്കെ പാടിയിരിക്കുകയാണ് കേട്ടോ. അത് കുറുപ്പ് വന്നിട്ടേ എന്റെ അടുത്ത് അണ്ണാ ഒരു കാര്യം പറ, എന്റെ ചെവിയിൽ ആരും കേൾക്കാതെ എന്റെ ചെവി വന്നിട്ട് പറയാണേ,
ഈഗിൾ ബ്രോ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ട് ആരെല്ലാം പറ്റി കുറ്റം പറഞ്ഞതാണോ? ഞാനത് വിചാരിച്ചു രഹസ്യം എന്നൊക്കെ പറഞ്ഞാലും മറ്റേ വേറെ സ്കീം വല്ലതും ആയിരിക്കും. എന്റെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറയണം, അതോ ബാസൊക്കെയുള്ള സൗണ്ട് വെച്ചിട്ട്. എന്താ ആളിയാ, പൂളിലിറങ്ങാത്ത മോശമായി പോയി കേട്ടോ. അതിന്റെ കുറവൂടെ ഉള്ള നമ്മളിപ്പോ ബിസ് ചെയ്യുന്ന ബാലൻ 2 കെവിനെ പ്ലാച്ചി വിട്ട് പൂളി വെച്ചിട്ട് ബാക്കി വന്നിട്ട് എന്തൊക്കെയാ ഫുള്ളാണ് മറ്റേ കറക്റ്റ് ശബ്ദം പ്ലക്കോ എനിക്ക് നല്ല അംശമുണ്ട്. ആ രാത്രി ബാലൻ എന്നെ യൂസ് ചെയ്തോ. കാരണം രണ്ടാമത്തെ ദിവസം എനിക്ക് ട്രക്കിങ്ങിനൊക്കെ പോയപ്പോ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. നടുവല്ല, ചന്തി. എല്ലാരും വാറിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ചിരികളൊക്കെ മീറ്റപ്പിൽ വരാത്ത പൊണ്ടച്ചേക്ക് എടുത്ത് മാറ്റി നിർത്താം, അങ്ങോട്ട് മാറ്റി മനസ്സിലാവില്ല. പാടിക്കേ ഇറങ്ങാം. ഇല്ല താല്പര്യമില്ല, നിന്നെ കളയുന്ന താല്പര്യമില്ല. ഞങ്ങളത് മാറില്ല, ഞങ്ങളത് മീറ്റപ്പിന്റെ ഡിസ്കഷൻ ആണ്. അതെ സെക്കൻഡ് ദിവസം രാത്രി നല്ല വൈബായിരുന്നു. സത്യം പാട്ടൊക്കെ പാടി. എടാ നിങ്ങൾ എല്ലാരും കൂടെ എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ അയച്ചേരണേ. ഇല്ല പറ്റില്ല. ടിവിയുടെ മീറ്റപ്പിൽ സാധാരണ ഞാനാണ് ഇനിഷ്യേറ്റ് ചെയ്യണം ആ കാര്യമൊക്കെ. വന്നില്ലല്ലോ എടുത്തായിരുന്ന അണ്ണ ഫോട്ടോ എടുത്തായിരുന്നോ? ഒന്ന് അയച്ചായിരുന്നു. ഫോട്ടോ ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവനെ വെട്ടിക്കേറ്റാനാണ് ഇവൻ ആരെല്ലാം ആളുകളുടെ ജിമ്മിലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വെട്ടിക്കേറ്റും. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കേ. അതായത് പിന്നെ എല്ലാം പോട്ടറാ. മീറ്റപ്പ് ഡിസ്പേഴ്സ് ആവാൻ നേരം ഒരുത്തം ബുള്ളറ്റ് ഒക്കെ പിടിച്ചു വന്നേക്കണ്. 50 ഒരു ജവാനൊക്കെ കഷത്തി വെച്ച് മീറ്റപ്പ് തീരാറായപ്പോ ബർത്ത്ഡേ പറഞ്ഞേട്ടാ. എന്തൊക്കെ തരം പിള്ളേരൊക്കെ അല്ലേ. മാറുണ്ടാവോ? ഞാൻ മലയിൽ പോയി തണുത്ത് പറിച്ചത് പണ്ട്. മീറ്റപ്പ് മുടക്കണേന്ന് പ്രാർത്ഥിച്ച് 50 എന്താണ് തള്ളാക്കി വിളിച്ച നമ്മളല്ലേ അണ്ണാ? സത്യം. അറഞ്ചാൻ പുറഞ്ഞാ തള്ളാക്കി വിളി രാത്രി. ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാവരുടെ അടുത്തും. ഈ ചന്ദ്രനില്ലേ, ഇവനൊരു ഊമ്പന. ഇവൻ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് രാവിലെ ആയപ്പോ എന്നോട് പറയാ പട്ടിയെ നോക്കാൻ ആളില്ല. ഞാൻ അത്രയും സൗകര്യ സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്നേ. അവിടെ സത്യം പറഞ്ഞു ഞാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു അളിയാ. അവിടെ 3 പട്ടിയുണ്ട്. അവിടെ പട്ടികളുണ്ടായിരുന്നല്ലേ? മറ്റേ പോസ്കോ കൈലി പോസ്കോ മോസ്കോ അണ്ണാ ഒരു പട്ടി എന്നെ കുഴി കൊണ്ടിട്ടുണ്ടായിരുന്നു. കോമഡി അല്ല. അമ്പത്തൂര് വണ്ടിയൊക്കെ പിടിച്ച് രാത്രി വന്നപ്പോ നമ്മുടെ കൂട്ടത്തിലൊരു പയ്യൻ പട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കായിരുന്നു മോസ്കോ എന്ന്. അമ്പത്തൂരിനെ പോസ്കോ എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഇവൻ പണങ്ങിയൊക്കെ തിരിച്ചു പോയി. രാത്രി പയ്യൻ അടാ ഇത്ര ദൂരം ഓടി വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇങ്ങനൊന്നും എനിക്ക് കേൾക്കാൻ പറ്റൂല. അത് ബുള്ളറ്റിനൊക്കെ അത് മഴയത്ത് മഴയത്ത് ആ തണുപ്പത്ത് കോടയില് റോഡ് പോലും കാണാൻ ബോധം വന്നോ? എത്ര ഈ കുടിക്കില്ലേ എന്റെ അമ്മോ. ഇത്ര കപ്പാസിറ്റി ഉള്ള വേറെ അത് ഡ്രൈ എണ്ണ ഡ്രൈ പ്ലേറ്റ് വലിയ ചേച്ചി ഉറപ്പാ. ഉറപ്പല്ലേ? ചേച്ചി സിറ്റിയിലുണ്ട്. പ്രിയാറടിക്കുന്നുണ്ടോ? അണ്ണോ ആറടിക്കണ്ടേ അണ്ണ? അണ്ണ മാറ്. നമ്മള് ഇറക്കിക്കോ വന്ന് കഴിഞ്ഞ് ടൂറിട്ട് വന്ന ഗാലറി ഗൈസ് ഒരു വീഡിയോ